ഒരുപാട് പ്രതിസന്ധികളെ നേരിടുകയാണ്. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റും നേരിടാത്ത വെല്ലുവിളികളെ, ധനപരമായ പ്രതിസന്ധികളെ, സാമ്പത്തിക പ്രയാസങ്ങളെ ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കുക. അവിടെ നിന്നുകൊണ്ടാണ് 1 രൂപയുടെ ടാക്സ് കൂട്ടാതെ വരുമാനമില്ലാതെ സംസ്ഥാനമാണ്. പ്രായമുള്ളവരുടെ നമ്പർ കൂടി വരികയും ചെയ്യുന്ന അസാധാരണമായ ഒരു ജനസംഖ്യാ മാറ്റം, ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഇനിയും വിശദമായ പഠനം ആവശ്യമുണ്ട്. പ്രാഥമികമായ പഠനം നടത്തിയിട്ടാണ് അവരെ സംരക്ഷിക്കാനും യുവത്വത്തെ കേരളത്തിൽ നിർത്താനും അവർക്ക് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണലായ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുത്ത് അവർക്കിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിന് അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷൻ സമുദ്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പുതിയുഗ യാത്രയിൽ അത് മൊത്തമായി കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച ഏവിയേഷൻ ഹബ്ബാക്കി ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളത്തെ മാറ്റാൻ പറ്റും. അതിനായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറുകിട, ഇടത്തരം, സൂക്ഷ്മ വ്യവസായ ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളം മാറണം. പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വരണം, ചികിത്സക്കായി ഇവിടെ ആളുകൾ എത്തണം തുടങ്ങിയ വലിയ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് നമുക്ക് തുടക്കമിടാൻ കഴിയുന്നത് എന്നത് കൊണ്ട് പ്രവർത്തികൾക്ക് മാത്രം പണം ചെലവഴിക്കുന്ന ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനമാണ് ഈ വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്ന പദ്ധതി. CSR ഫണ്ടും വ്യക്തികളുടെ ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി മാതൃകാപരമായി ആളുകളെ ചേർത്ത് നിർത്താൻ, അവരെ സഹായിക്കാൻ, സർജറികൾ നടത്താൻ, അപൂർവ രോഗമുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയ പദ്ധതിയാണ്. സ്പേസ് ഇക്കോണമി, കേരളത്തിന്റെ സാധ്യതകളെ നമ്മൾ നോക്കിയാൽ ISROയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. ഇപ്പോൾ സ്പേസ് ഇക്കോണമി വലിയ ഒരു സാധ്യതയുള്ള ഏരിയയായി മാറിയിട്ടുണ്ട്. സ്വകാര്യ സാറ്റലൈറ്റുകൾ വരെ വിക്ഷേപണം നടത്തുന്ന ഒരു സ്ഥലത്ത്, ISROയുടെ പ്രധാന കേന്ദ്രമുള്ള ഒരു സ്ഥലത്ത് സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് ഇക്കോണമി ഡെവലപ്പ് ചെയ്തു വരും. പട്ടികവർഗക്കാർക്ക് ആശ്വാസമാകുന്ന വയനാടിലെ ട്രൈബൽ യൂണിവേഴ്സിറ്റി അവരുടെ ഇൻഡിജിനസ് നോളജിന്റെ കൂടി, പ്രാചീനമായ അറിവുകളെ കൂടി, ആധുനികമായ അറിവുകളെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു കൺസെപ്റ്റാണ്, വലിയൊരിതാണ് അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിച്ച് വലിയൊരു മെഡിക്കൽ ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. റിസർച്ച് പാർക്ക് IIT മദ്രാസ് മോഡലിലുള്ള ഒരു റിസർച്ച് പാർക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യമായി സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. അതിലേക്കുള്ള കെയർ ഗിവർ കോഴ്സുകൾ, അതിന്റെ സിലബസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും. നഴ്സിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് ആശുപത്രികൾ ഉൾപ്പെടെ, ഗവൺമെന്റ് ആശുപത്രികൾ ഉൾപ്പെടെ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഈ ഒരു ലാൻഡ് മാനേജ്മെന്റ് പോളിസി ഉണ്ടാക്കി കൃത്യമായ നിക്ഷേപങ്ങൾക്ക് ആ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംരംഭം ഉണ്ടാകും. അതുപോലെ റിന്യൂവബിൾ എനർജി, പുനരുപയോഗ ഊർജത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമാകുന്ന, ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി പുതിയതായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിരവധി സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ തുറക്കുന്ന ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുക. സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോണും ചില വ്യവസായങ്ങൾക്ക്, ചില സംരംഭങ്ങൾക്ക് അവർക്ക് പ്രത്യേകമായ സഹായം വേണം. അതിനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്
സോൺ ഉണ്ടാക്കുന്നത്. ബ്രാൻഡ് കേരളം, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഇനി തിരിച്ചറിയണം. കേരള മാർക്ക് കൊടുക്കും, ബ്രാൻഡ് മെയ്ഡ് ഇൻ കേരള, അതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരള ബ്രാൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളും നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്ക് ആ ക്വാളിറ്റി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു വലിയ സ്റ്റെപ്പാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉണ്ടാവും നിരവധി കാര്യങ്ങൾക്ക്. അതുപോലെ ഈ പ്ലാനിൽ ഒരു കുറവ് വരുത്തിയപ്പോൾ അത് പട്ടികജാതിക്കാരെ, പട്ടികവർഗക്കാരെ, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേകമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു. മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിച്ചു. തീരപ്രദേശത്തെ ജനങ്ങളെ, മലയോരത്തെ ജനങ്ങളെ, പാവപ്പെട്ടവരെല്ലാം അഡ്രസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണിത്. അതുപോലെ നഗരവികസനം, നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ മാറ്റം ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നത്. അതിനാണ് കേരള അർബൻ ഗ്രോത്ത് മിഷൻ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ടൂറിസം രംഗത്ത്, ടൂറിസത്തിന് ഒരു ഇൻഡസ്ട്രി ആകാൻ ഒരുപാട് ആനുകൂല്യങ്ങൾ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാവും. എല്ലാ ടൂറിസം സാധ്യതകളെയും പ്രയോജനപ്പെടുത്തും. പോർട്ട് സിറ്റിയിൽ നിന്ന് തന്നെ ഇന്ന് നമ്മുടെ ടൂറിസം രംഗത്തുള്ളതിൻ്റെ ഇരട്ടിയിലധികം സാധ്യതകൾ പോർട്ട് സിറ്റിയിൽ നിന്നുണ്ടാവും, ഏവിയേഷൻ ഹബിൽ നിന്നുണ്ടാവും. അതുകൂടാതെ മെഡിക്കൽ ടൂറിസം, കൾച്ചറൽ ടൂറിസം, ഡെസ്റ്റിനേഷൻ ടൂറിസം തുടങ്ങിയ ഒരു ഇന്റഗ്രേഷൻ എല്ലാ ഭാഗങ്ങളുമായി ഉണ്ടാകും. സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയെ ഒരു വ്യവസായമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കും. JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി, ചിത്രനഗരം എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ഫിലിം ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. കേരളത്തിൽ കൂടുതൽ ഷൂട്ടിങ്ങുകൾ നടക്കണം. അതിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പും ഷൂട്ടിങ്ങിന് ശേഷവുമുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ, എഡിറ്റിംഗ് ഉൾപ്പെടെ, ക്യാമറ ഉൾപ്പെടെ ഉള്ള മുഴുവൻ കാര്യങ്ങൾ, ഡബ്ബിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അത്യാധുനികമായ സംവിധാനങ്ങൾ ഉള്ള ഒരു വലിയ മോഡേൺ ഫിലിം സിറ്റി ആയിരിക്കും ചിത്ര നഗരം. അതുപോലെ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായുള്ള ഒരു കൾച്ചറൽ പാർക്ക്, ആ കൾച്ചറൽ പാർക്ക് വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അത് കൾച്ചറൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ടൊരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആവും. കേരളത്തിലെ തനത് കലാരൂപങ്ങൾ, നാടകം, സിനിമ, ഡോക്യുമെന്ററി, ജെൻസി ഫിലിംസ്, എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ കലാകാരന്മാർക്കും അവർക്കുള്ള വരുമാനമുണ്ടാക്കുന്നതിനും പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ആർട്ട് ഗാലറികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള വലിയൊരു കൾച്ചറൽ പാർക്കായി അതിനെ മാറ്റും. ജോൺസൺ മാസ്റ്ററുടെ പേരിലും ഗസൽ സംഗീതജ്ഞനായ ഉമ്പായിയുടെ പേരിലും 2 മ്യൂസിക് അക്കാഡമികൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച 2 കാര്യങ്ങൾ നടത്തി. ഇനി മൂന്നാമത്തത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ നമ്മൾ ആരംഭിച്ചു. കേരളത്തിന്റെ ഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ ഏറ്റവും ആധുനികവൽക്കരിച്ച എല്ലാ വലിയൊരു പങ്ക് പ്രവാസികൾക്ക് വഹിക്കാനും കഴിയും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയും അതുപോലെയുള്ള പദ്ധതിയാണ്. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് 28.5% ഉയർത്തി. റബ്ബറിന്റെ താങ്ങുവില 200-ൽ നിന്നും 250 പാലിന്റെ ഉൽപാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ ഉണ്ട്. പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി, ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനികമായ സങ്കേതങ്ങൾ, മൾട്ടി ക്രോപ്സ്, മലയോര മേഖലയിലെ തളർന്നു കിടക്കുന്ന കാർഷിക മേഖലയെ പുനരുദ്ധരിപ്പിക്കാൻ ഉണ്ടാവും. ഭൂനിയമങ്ങൾ ആ കാലത്ത് വന്നപ്പോൾ അത് വളരെ നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ഭൂനിയമങ്ങളാണ്. പക്ഷെ പല ഭൂനിയമങ്ങളും ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടതാണ്, പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നതാണ്. അതുകൊണ്ടൊരു ഭൂപരിഷ്കരണം 2 എന്നുള്ള രീതിയിൽ ഭൂനിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. ഒരു സംശയമില്ല.
തോട്ടം മേഖലയിൽ ടൂറിസത്തിനും മൾട്ടി ക്രോപ്സിനും പ്രാധാന്യം കൊടുക്കും. ധാരാളം അതുപോലത്തെ സംവിധാനങ്ങൾ, ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന നിരവധി സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ബജറ്റ് പ്രസംഗം വിശദമായി വായിച്ചതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ബജറ്റിലുണ്ട്. അതിൻ്റെ ഒരു പെർഫോമൻസ്, ആ ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ സമയബന്ധിതമായി വളരെ ഭംഗിയായി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം കൂടി ഉണ്ടാക്കും. കൃത്യമായ പെർഫോമൻസ് ഓഡിറ്റിംഗ് ഉണ്ടാവും ഓരോ ഈ ബജറ്റിൽ നടത്തിയിട്ടുള്ളത്. ഒരാൾ തീർച്ചയായിട്ടും ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞത്. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഓരോ ഇൻവെസ്റ്ററേയും കൊണ്ടുപോകുന്നതിന് വേണ്ടി തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും തെലങ്കാനയും ആന്ധ്രയും ഹരിയാനയും എല്ലാവരും മത്സരിക്കുകയാണ്. ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. പ്രൈവറ്റൈസേഷൻ എവിടെയാണ് ഉണ്ടാക്കിയത്? അല്ലെ, ഏത് മേഖലയാണ് സ്വകാര്യവൽക്കരിച്ചത്? KSRTC സ്വകാര്യവൽക്കരിച്ചോ? വാട്ടർ തുടങ്ങും അവിടെ, ഒരു സംശയം വേണ്ട. അത് തുടങ്ങുക, അത് തന്നെയാണ് പോളിസി. പിന്നെ ഔട്ട് ഓഫ് പോർട്ട് അത് ഡെവലപ്പ് ചെയ്യും. അവിടെ ഫിഷറീസ് എക്സ്പോർട്ട് ഉണ്ടാവും. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യും. ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ട് പോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ സ്ഥാപനമാണ് ഞങ്ങൾ സ്വകാര്യവൽക്കരിച്ചത്. അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണിത്. 25 കൊല്ലം പുറകെ നടക്കുവാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണം കൊണ്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആവണം. അല്ലെന്നേ, അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? പറയണതിനൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? DA കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? ശമ്പള കമ്മീഷൻ അല്ല, അത് നിയമിച്ചേക്കല്ലേ. അതിന്റെ റിപ്പോർട്ടില്ലല്ലോ, റിപ്പോർട്ടൊന്നും തന്നിട്ടില്ലല്ലോ. അവര് ചെയ്യണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതേ സമയത്ത് ചെയ്തില്ലേ ഇവര്? അല്ല, ഞാൻ പറയുന്നത് ഒരു പേ കമ്മീഷൻ കേരളത്തിന്റെ ഹിസ്റ്ററി നോക്ക് നിങ്ങൾ. അതാത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവര് നിയമിച്ച് അവരുടെ കാലത്ത് അതിന്റെ റിപ്പോർട്ട് കൊടുത്ത് അതാത് ഗവൺമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇവരതിൽ നിന്ന് ഊരിയതാണ്. 3 വർഷം കഴിഞ്ഞപ്പോൾ ഡ്യൂ ആയി ഈ പേ കമ്മീഷൻ വെക്കേണ്ടത്. ഒരുപാട് സമരങ്ങൾ നടന്നു. അന്നൊന്നും ഇവരാരും മിണ്ടിയില്ല. എന്നിട്ട് പോണ പോക്കിനൊരു പേ കമ്മീഷൻ വെച്ചു.
അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ തന്നിട്ടുണ്ടെന്നറിയാമോ സമ്മാനമായിട്ട് പോകുന്ന പോക്കില്. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇതൊക്കെ പറയണത്, അതിനെയൊക്കെ വിമർശിക്കുകയാണ്. അപ്പൊ DA കൊടുത്തില്ല, DA പ്രഖ്യാപിച്ചില്ല, ആരുണ്ടാക്കിയ കുടിശ്ശികയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കണ്ട. ഇനി ഇന്നലെ പത്രസമ്മേളനം നടത്തി ഒരു കാര്യം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അല്ലേ, അതായത് PM-ശ്രീ പദ്ധതിയെ പറ്റി. ഞങ്ങൾ എന്താ ചെയ്തത്? ആരാ ഒപ്പിട്ടത് PM-ശ്രീയിൽ? ആരാ ഒപ്പിട്ടത്? എൻ്റെ ഒറ്റ ചോദ്യം. അല്ലല്ല, കേൾക്ക്, ആരാ ഒപ്പിട്ടത്? പിണറായി വിജയൻ സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പിട്ടു. ഒപ്പിട്ടിട്ട് അതിനെ ന്യായീകരിച്ചു, ഇല്ലേ? ന്യായീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു പിൻവലിക്കാനുള്ള കത്തല്ല അയച്ചത്. ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് മിനിങ്ങാന്ന്. മരവിപ്പിക്കാനുള്ള കത്ത്. ഈ എഗ്രിമെന്റിൽ മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഒരു എഗ്രിമെന്റ് അല്ലേ, സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി ചെയ്യുന്ന ഈ എഗ്രിമെന്റ് എൻ്റെ കയ്യിലുണ്ട്. മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഇനി ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ, നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? ഇവർക്ക് പിന്മാറായിരുന്നില്ലേ? ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ പിന്മാറായിരുന്നില്ലേ? ഞാൻ അതും കൂടി പറഞ്ഞുതരാം. പിന്മാറാനുള്ള ഒരു പ്രൊവിഷനും ഇതിൻ്റെ അകത്തില്ല, ഈ നിയമത്തിലില്ല. പിന്മാറാനുള്ള ഒരു സംഭവവും ഇതിൻ്റെ അകത്തില്ല. പിന്മാറാൻ പറ്റില്ല ഇതിനകത്ത്. പിന്മാറാൻ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ ലിറ്ററസി വകുപ്പിനും മാത്രമേ ഉള്ളൂ. 3 ഏജൻസികൾ, കേന്ദ്ര ഗവൺമെന്റ് അടക്കം. പിന്മാറാൻ സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് പാർട്ടിയായാൽ പിന്മാറാൻ 1 മാസത്തെ നോട്ടീസിൽ പിന്മാറാൻ അധികാരം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. ഇവർ ഒപ്പിട്ടപ്പോൾ തന്നെ കേരളം അതിൻ്റെ ഭാഗമായി. അടൂർ പ്രകാശന് കൊടുത്ത ചോദ്യത്തിൽ അതൊക്കെ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. കേരളം ഇതിൻ്റെ പാർട്ടിയാണ്. പാർലമെന്റിൽ കൊടുത്ത ഉത്തരം, കേരളം ഇതിൻ്റെ പാർട്ടിയാണ്, ഇതിൻ്റെ അകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. തമിഴ്നാടും വെസ്റ്റ് ബംഗാളും മാത്രമാണ് ഒപ്പുവെക്കാത്തതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ എന്നോട് പഞ്ചാബിന്റെ കാര്യം ചോദിച്ചു. ആരോ പഞ്ചാബ് 2023 സെന്ററിന് എഴുതി ജൂലൈ 18 ഞങ്ങളില്ലാന്ന്, ഞങ്ങൾ ഇതിൽ നിന്ന് മാറുകയാണെന്ന്. എന്നിട്ട് 2024 ജൂലൈ 26 വീണ്ടും കത്തെഴുതി ഞങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്യും, ഞങ്ങൾ ഇതിന്റെ ഭാഗമാകുമെന്ന്. പഞ്ചാബ് കേട്ടോ. അതായത് 2023 പുറത്തു പോകാൻ പറ്റില്ല. 24 വീണ്ടും കത്തെഴുതി ഇതിൻ്റെ അകത്ത് ഭാഗമാവുകയാണെന്ന്. പിന്നെ ഇപ്പൊ പറയുന്ന ഈ മത നിരപേക്ഷതയും മറ്റതിനെ കുറിച്ചൊക്കെ ഭയങ്കര ഇതാണല്ലോ, വർഗീയത ഇതൊക്കെയാണ്. ഒക്ടോബർ 27, 2025 ദേശാഭിമാനി പത്രത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയൊരു ലേഖനമുണ്ട്. എല്ലാത്തിനുള്ള മറുപടിയാണ്. PM-ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ മത്സരിക്കുകയാണ് ചിലർ. അതിൽ പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും കൂടിയുണ്ട്, നമ്മളും നിങ്ങളും. പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പാഠ്യപദ്ധതിയെല്ലാം മാറ്റി കേന്ദ്രം നിശ്ചയിച്ചു നൽകുന്നത് നടപ്പാക്കേണ്ടി വരും എന്നത് അവാസ്തവമാണ്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ കരിക്കുലം തുടരാമെന്ന കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പേജ് 17 പാരഗ്രാഫ് 3. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഞാനല്ല. മാത്രവുമല്ല, രാജ്യത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പാഠ്യപദ്ധതി പരിഷ്കരിച്ച ഏക സംസ്ഥാനവും കേരളമാണ്. അക്കാഡമികപരമായി ഏത് പുസ്തകം സ്വീകരിച്ചാലും അതിലെ ഏത് പാഠം പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. ശിവൻകുട്ടി, അതുകൊണ്ടാണ് NCERT രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ കേരളം അഡീഷണൽ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത്. ഇതിലും തൃപ്തിയില്ലാത്തവർ, ഇത്രയും പറഞ്ഞിട്ട് തൃപ്തിയില്ലാത്തവർ PM-ശ്രീ നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നതാണ്. ഇതെനിക്ക് പിണറായി വിജയനോട് പറഞ്ഞാൽ പോലെ ഈ മറുപടി ശിവൻകുട്ടിയോട് എനിക്ക് പറഞ്ഞാൽ പോലെ ഈ മറുപടി. ഇനി കേട്ടോളാം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി പണം കൂടി ഉപയോഗപ്പെടുത്തിയാണ്. കറക്റ്റാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറൽ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന കേരളം പദ്ധതികളെ നിരാകരിക്കുന്നത് ജനദ്രോഹപരമായ നിലപാടുകളായി മാറുകയും ചെയ്യും. എന്തൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റാ. സമഗ്ര ശിക്ഷ, PM പോഷൻ സ്റ്റാർസ്, ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്നിവയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ
PM ഉഷയും ഇതിനകം തന്നെ നാം നടപ്പാക്കി വരുന്നു. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും നിരന്തരമായ ആശയവിനിമയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് തീരുമാനിച്ചത്. ഞാൻ ഒന്നും പറയല്ല. അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ തന്നെ കുറേ നേരമല്ല ചോദിക്കുന്നത്. മീ കംപ്ലീറ്റ്. കേന്ദ്ര സമ്മർദ്ദത്ത് ആദ്യം പറ ആയുഷ്മാൻ ആരോഗ്യ മന്ത്ര ഏതോ കേന്ദ്രത്തിന്റെ പേര് വെക്കണം എന്ന് പറഞ്ഞു. ഇതിവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ സമ്മതിച്ചു. കേരള ഗവൺമെന്റ് സീഡ്സ് ഗ്രൗണ്ട് എഗ്രീസ് ടു റീനെയിം ഹെൽത്ത് സെന്റേഴ്സ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടുന്നതിന്റെ പേരിൽ 2 കൊല്ലം പൈസ മേടിക്കാതിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് കാര്യങ്ങൾ. അപ്പൊ വെറുതെ ഞാൻ ചെയ്യട്ടെ, ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോ 4 എണ്ണം സ്വന്തം നെഞ്ചിലേക്കാണെന്ന് വിചാരിച്ചാൽ മതി. പറയുമ്പോ എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, ശിവൻകുട്ടിയും മറുപടി പറയില്ല, അത് ഉണ്ടെന്നാ പറഞ്ഞത്. അല്ല, ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ മേടിക്കും. ശിവൻകുട്ടി പറഞ്ഞല്ലോ അത് ഉണ്ടെന്ന്, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇനിയിപ്പോ സംശയം വേണ്ടല്ലോ. മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഒപ്പിട്ട അദ്ദേഹം പറഞ്ഞല്ലോ, കരിക്കുലത്തിന് ഒരു ഫ്രീഡത്തിന് കുഴപ്പമില്ല, ഇഷ്ടം പോലെ പാഠപുസ്തകം നമുക്ക് ഉണ്ടാക്കാം, സ്കൂളിനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല, നിങ്ങളോട് ഞാൻ മിനിങ്ങാന്ന് ചോദിച്ച അതേ ചോദ്യത്തിനാണ് നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത്. ഞാൻ അന്ന് എന്താ പറഞ്ഞത്? ഇതിൻ്റെ അകത്ത് ഒപ്പിടില്ല എന്ന് പറഞ്ഞ് നടന്നു കുറേ നാൾ. എന്നിട്ട് അവസാനം മന്ത്രിസഭയെ വരെ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടുകൊണ്ട് വന്നു. CPI-ക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കി. CPI-ക്കാർ മന്ത്രിസഭയിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ ഇത് ഒപ്പിട്ടത് അറിയാമായിരുന്നു 2 പേരുണ്ടാവണം മന്ത്രിസഭയിൽ. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി 2 പേരും മിണ്ടി കൊടുത്തില്ല മന്ത്രിസഭയിൽ. ആ പാവങ്ങളിൽ നിന്ന് ഫൈറ്റ് ചെയ്യണം, ഇതിൽ ഒപ്പിടരുതെന്ന് പറഞ്ഞു. ഈ കാപട്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും കാണിച്ചിട്ടില്ല. ഒരു കാര്യത്തിൽ ഒപ്പിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതെ അതിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ മന്ത്രിസഭയിൽ ഞാൻ അതിനെയാണ് വിമർശിച്ചത്. കാരണം എന്താ കാര്യം? കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റുകൾ അതിൽ പങ്കാളികളാണ്. PM ശ്രീ പദ്ധതിയിൽ ഈ കാപട്യം മുഴുവൻ പറഞ്ഞ് ഈ ആരോഗ്യമന്ത്രിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ എന്തോ പറഞ്ഞത്, PMA പദ്ധതിയിൽ ഒരു എംബളം ഉണ്ട്, ആ എംബളം വയ്ക്കും, അത് കഴിഞ്ഞ് PMA പദ്ധതി വേണ്ട. ഇതൊക്കെ വെറുതെ പ്രസംഗമാണ്. മനസ്സിലായി? നമ്മൾ കൃത്യമായിട്ട് ഈ പോയിന്റ് പറഞ്ഞല്ലോ. ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല ഒരു പദ്ധതിക്കും പൈസ വരുന്നത്. പേരുകളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഇടും. അത് UPA ഗവൺമെന്റ് ഉള്ളപ്പോൾ സമയത്തും ഓരോ പേര് വരും. ചിലപ്പോൾ രാജീവ് ഗാന്ധിയുടെ പേരിൽ വരും. ഇന്ദിരാ ആവാസ് യോജനയായിരുന്നു പണ്ട് ഈ PMA പദ്ധതിയുടെ പേര്, ഇന്ദിരാ ആവാസ് യോജന. അതൊക്കെ ഇടും. പേരിലല്ലല്ലോ കാര്യം. ആരുടെ പണമാണ്? അവരുടെ ആരെങ്കിലും വീട്ടിൽ നിന്ന് തരുന്ന പണമാണോ? നമുക്ക് തരുന്ന ഔദാര്യമാണോ? കേരളം GST അടയ്ക്കുന്ന ഓരോ മലയാളിയും അടയ്ക്കുന്ന GSTയുടെ പകുതി കേന്ദ്രത്തിലേക്ക് പോകുന്നു. പകുതി, 50%. പിന്നെ ഇവിടുന്ന് പെട്രോളിയം ഇത് പോകുന്നത്, ഇതൊക്കെ അതുകൊണ്ട് ഈ പണം കളയാൻ വേണ്ടിയിട്ടുള്ള ഇതിനെല്ലാം മറുപടി ഉണ്ടല്ലോ. ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെന്തിനാ മരവിപ്പിച്ച്? അല്ല, ഒരു ചോദ്യം അങ്ങോട്ടാണ്. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ല, ചോദ്യം പിന്നെന്തിനാ മരവിപ്പിച്ചത്? മരവിപ്പിച്ചെന്ന് പറഞ്ഞത് തന്നെ തട്ടിപ്പാണ്. മരവിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഓൾറെഡി entered into an agreement. Kerala is a part of that agreement. There is no provision to withdraw from. Only the Central School Education and Literacy Department and Central School Department and the central government, they can only have the powers. They can only withdraw from the agreement. That agreement, ആ എഗ്രിമെന്റിന്റെ അടിയില നമുക്ക് പിൻവലിക്കാൻ അധികാരം ഇല്ല, നമുക്ക് മരവിപ്പിക്കാൻ അധികാരം ഇല്ല എന്നുള്ള എഗ്രിമെന്റിന്റെ അടിയിലാണ് പോയി ഒപ്പിട്ടിട്ട് വന്നത്. നമ്മളാരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇതാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളെടുത്ത് റെക്കോർഡ് നോക്കിക്കോ. ഞാൻ അന്നും വളരെ സൂക്ഷിച്ചാ പറഞ്ഞിരിക്കാം. നിങ്ങൾ നോക്കി. അതല്ലല്ലോ പറഞ്ഞത്, അതല്ലല്ലോ. നിങ്ങൾ എന്തിനാണ്? അല്ലല്ല, അത് അങ്ങനെ അത്രയും ഇതായല്ലേ. അല്ലല്ല, ഇത്രയും നേരം പറഞ്ഞു വന്നിട്ട് ഇങ്ങനത്തെ സംസാരിക്കൽ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിർബന്ധിതരായി. വി ഹാവ് നോ അതർ ഓപ്ഷൻ. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്? അവരുടെ കണ്ടീഷൻസ് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് കൊടുക്കണം. അതിന് ഞങ്ങളൊരു മന്ത്രിസഭാ സബ് കമ്മിറ്റിയെ വെച്ചു. ആ പൈസ മേടിക്കണം അങ്ങോട്ട്. നമുക്ക് അവകാശപ്പെട്ട പൈസ 1000 കോടി രൂപ വാങ്ങിക്കണം.
അവരുടെ നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിർദ്ദേശവും ഈ കരിക്കുലത്തിൻ്റെ ഫ്രീഡത്തിനെ ബാധിക്കുന്ന ഒരു കാര്യവും ഒരു തരത്തിലും ഞങ്ങൾ അനുവദിക്കില്ല. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ഓക്കെ, ഇത്രയും മതി. അല്ല, അതെല്ലാം അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴുള്ള സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതിൻ്റെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള കൂടുതൽ എക്സ്പേർട്ടിനെ വെച്ചുകൊണ്ടുള്ള സംവിധാനമാണ്. പിന്നെ ഏതാ ചോദിച്ചത്? ഇല്ല, CMDRF വേറെ, അതും തമ്മിൽ ക്ലാഷ് ഉണ്ടാവില്ല. CMDRFന് അതിനകത്ത് പരിമിതികളുണ്ട്, കൊടുക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. അത് സെലക്ട് ചെയ്യും ഏതെല്ലാം കേസസിലാണ് സഹായിക്കേണ്ടതെന്നുള്ള. CMDRFിലേക്ക് പൈസ വരുന്നതിന് ഒരു തടസ്സവും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ സമ്മതിക്കുക. പിന്നെ വേറെ എന്തൊരു ചോദിച്ചു, വേറൊരു ചോദ്യം. ആർക്കിടെക്ചർ ഡിസൈൻ അതൊരു പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ്. PPP ആയിട്ടൊരു സബ്ജക്റ്റ് തുടങ്ങുകയാണ്. ഗവൺമെൻറ്റും ആർക്കിടെക്ചേഴ്സിൻ്റെ അവരുടെ ഒരു PPP സംരംഭം തുടങ്ങുകയാണ്. അവിടെ BTech തുടങ്ങും, MTech കൊടുക്കും. എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഡിസൈൻസ് ശ്രദ്ധിച്ച നമ്മുടെ ഡിസൈൻസ് വളരെ മോശമാണ്. സ്കൂളും ആശുപത്രിയും അംഗൻവാടി എല്ലാം കണ്ട ഒരേപോലെ ഇരിക്കും, ഇല്ലേ? സ്റ്റേറ്റിനൊരു ഡിസൈൻ ഉണ്ടാകണം. ഇപ്പം നമ്മുടെ എൻജിനീയേഴ്സിനെ, നമ്മുടെ ആർക്കിടെക്ട്സിനെ ഈ ഇത്രയും വലിയൊരു സെൻറ്റർ ഓഫ് എക്സലൻസിൽ പറഞ്ഞു വിട്ടവർക്ക് ഓറിയൻറ്റേഷൻ, അതുകൂടിയാണ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഓറിയൻറ്റേഷൻ കോഴ്സ് നടത്തണം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ ഉണ്ടായതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? വേറൊരെണ്ണം ഉണ്ട്, എനിക്കറിയാം. വേറൊരെണ്ണം ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി ഉണ്ടായതുകൊണ്ടെന്ന കുഴപ്പം? ഒരു ആർക്കിടെക്ട്സിനും ഡിസൈൻ, ഇപ്പോൾ ഇവിടെ ആർക്കിടെക്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എനിക്കറിയാം. CET-യിലുണ്ട്, വേറെ കൊല്ലത്തല്ലേ ഒരെണ്ണം ഉണ്ട്. ഉണ്ട്. ഇത് വേറൊരു സ്ഥാപനം തുടങ്ങാൻ പാടില്ലേ? അത് മതിയോ? പോരാന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ്. അതുപോരാ. 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കൂടുതൽ കുട്ടികൾക്ക് അവസരം കിട്ടില്ലേ? എന്തിനാ ഈ പിള്ളേരെ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കും വിടണമെന്ന് വിചാരിച്ചിട്ടാ? ഒരു സെന്റർ ഓഫ് എക്സലൻസ് വന്ന് ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റ് കുട്ടികൾ വരും. അവര് കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ കാനഡയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന കുട്ടികൾ വന്നിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കും. വേണ്ടേ? ഞങ്ങൾ സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ കണ്ട, ഹാർവാർഡിൽ 100 രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. JNUവിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വെറുതെ ഞാൻ വന്ന് പറഞ്ഞതല്ല. ഇതൊക്കെ കഴിഞ്ഞ 2 വർഷമായി കഠിനാധ്വാനം നടത്തി, അക്കാഡമിഷ്യൻസിനെ വച്ച് എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കി, അത് ഞങ്ങൾ വന്നാൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് കൊണ്ടുവന്നാണ്. അത്ര ആത്മാർത്ഥതയാണ് ഈ കാര്യത്തിലൊക്കെ ഉള്ളത്. ആ പറഞ്ഞ പദ്ധതികളെല്ലാം പുതിയുഗ യാത്രയിലും തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും പിന്നെ ഈ ഡോക്യുമെന്റ് വെച്ചപ്പോഴൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. കുറെ കൂടെ വിശദമായി പഠിച്ചു. അതിൻ്റെ ഫിനാൻഷ്യൽ ലയബിലിറ്റി, അതിൻ്റെ പോസിബിലിറ്റീസ്, അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തി ഇത്രയും മതി പോരെ?